ഹലോ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു വസ്തുവിന് പ്രകാശ വേഗത കൈവരിക്കാനാകുമോ എന്നാണ് പ്രധാനമായും ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ സമയം ഇല്ലാതാകും എന്നും ഭൂതകാലത്തിലേക്കൊക്കെ യാത്ര ചെയ്യാമെന്നും ഒക്കെ ശാസ്ത്രലോകത്ത് ചില ആളുകൾക്കൊരു ധാരണയുണ്ട്. പറയട്ടെ, ശുദ്ധമായ തെറ്റിദ്ധാരണയാണ് അതൊക്കെ. നിങ്ങൾ ആ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു വണ്ടി വരാനും പോകുന്നില്ല. പ്രകാശം എങ്ങനെയാണ് ഇത്രയും വേഗം സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശം ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് 3 ലക്ഷം കിലോമീറ്ററോളം വരുന്ന ദൂരം എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയാം. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ ഇരിക്കുന്നു, മലപ്പുറത്ത് ഒതുക്കുങ്ങൽ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങളുടെ അത്രക്കും ദൂരമുള്ള നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു പൈപ്പ് ഉണ്ട് വിചാരിക്കുക. ആ പൈപ്പിലൂടെ ഒരു ക്രിക്കറ്റ് ബോൾ ഇവിടെ നിന്ന് ഇട്ട് അവിടേക്ക് ഉരുണ്ട് വരുന്നത് പോലെയല്ല പ്രകാശം സഞ്ചരിക്കുന്നത്. നേരെ മറിച്ച് ഈ പൈപ്പിൽ നിറയെ ക്രിക്കറ്റ് ബോൾ ഉണ്ട് വിചാരിക്കുക. എൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ദൂരം വരെ നിറയെ ക്രിക്കറ്റ് ബോൾ ആണെന്ന് വിചാരിക്കുക. ഇനി ഒരു ക്രിക്കറ്റ് ബോൾ ഞാൻ ഈ പൈപ്പിന്റെ ഈ തലയിൽ നിന്ന് തള്ളുമ്പോൾ നിങ്ങളുടെ അവിടെ ഒരു ക്രിക്കറ്റ് ബോൾ ചാടുന്നത് പോലെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അത് തിരമാലകളെ പോലെ വേവ്സുകളായിട്ട് അവിടെ എത്താനുള്ള സമയം പോലും എടുക്കുന്നില്ല. നേർരേഖയിൽ ക്രമീകരിക്കപ്പെട്ട ഇലക്ട്രോണുകളിൽ ഒരു കമ്പനം രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഒരു വസ്തു ചലിക്കാൻ അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന മറ്റൊരു ഒബ്ജക്റ്റിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് വരെ ആ വസ്തു ചലനത്തിൽ തുടരും എന്ന്. ഇവിടെ നമുക്ക് ഭൂമിയിൽ ഗ്രാവിറ്റിയുടെ മറ്റുള്ള ഫ്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നേർരേഖയിൽ ക്രമീകരിക്കപ്പെട്ട ഇലക്ട്രോണുകൾ, നേർരേഖയിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകൾ മാത്രമല്ല, അതിൻ്റെ അടിയിൽ ന്യൂക്ലിയസുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ വ്യത്യസ്ത ന്യൂക്ലിയസുകൾക്കിടയിൽ ഇലക്ട്രോണുകളാണ് ചലിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാരം ബോർഡിൽ അടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശത്തേക്കും, അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് വരുന്ന കോയിൻസുകൾ നേരെ ചലിക്കുന്നത് പോലെ പ്രകാശം നേർരേഖയിൽ വരുന്ന ഇലക്ട്രോണുകളെ കൊണ്ട് ചലിപ്പിക്കുന്ന കമ്പനങ്ങളിലൂടെയാണ് പ്രകാശം സാധ്യമാക്കുന്നത്. ഈ ഇലക്ട്രോണുകളുടെ തന്നെ ചലന സ്വഭാവത്തിൽ വരുന്ന അവയുടെ എനർജിയെ നിങ്ങൾ ഒരുപക്ഷെ ഫോട്ടോയിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. എന്തായാലും മാസ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തികച്ചും ബുദ്ധിശൂന്യതയാണ്. മാസ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തീർത്തും ബുദ്ധിശൂന്യതയാണ്. മാസ് ഇല്ലാത്ത ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു ഇല്ല. ഈ ലോകത്ത് ഒരുപാട് വിദ്യാധാരണകൾ ശാസ്ത്രം എന്ന പേരിൽ ഉയർത്തിപ്പിടിക്കുകയും ദൈവിക ചിന്തകളെ തച്ചുടക്കാൻ വേണ്ടി, സമർത്ഥിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുന്ന മഹാന്മാരുണ്ട്. അവർ തീർത്തും ബുദ്ധിശൂന്യരാണ് എന്ന് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ നിലവിലെ ശാസ്ത്രത്തിൽ ഇല്യൂഷൻസ് പകർത്തുന്നവരാണ്. നിലവിലെ ഭൗതികപരമായ സംഗതികളെ, എന്താണ് ഭൗതികത? നമ്മൾ തിരിച്ചറിയുന്ന ഈ പ്രപഞ്ചത്തിലെ ഭൗതികത എന്താണ്? എന്നാൽ നമ്മൾ ഭൗതികമല്ലാത്ത ഇല്യൂഷൻസ്, ഭാവനാ ലോകത്തിലുള്ള ചിന്താവൈകല്യങ്ങൾ എന്താണ്? ഇവ രണ്ടും വ്യത്യസ്തങ്ങളായി തിരിച്ചറിയാൻ കഴിയുന്ന ചിന്തയുടെ സ്വാഭാവികമായ, മസ്തിഷ്കത്തിന്റെ സ്വാഭാവികമായ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ട ഒരു കൂട്ടം മൃഗങ്ങൾ, അവർ വലിയൊരു സംഭവമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ ശാസ്ത്രം എന്ന് എനിക്ക് തോന്നിപ്പോകും. ഞാൻ ശാസ്ത്രത്തെ വിമർശിക്കാൻ വേണ്ടി പറയുകയില്ല. ഈ ശാസ്ത്രത്തെ മിസ്യൂസ് ചെയ്യുന്നവരെ ഞാൻ നിശിതമായി വിമർശിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ പ്രകാശം സഞ്ചരിക്കുന്ന വേഗത എങ്ങനെയാണ് ഈ വേഗതയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, നേർരേഖയിൽ ക്രമീകരിക്കപ്പെട്ട ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ, അവ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, നേർരേഖയിലുള്ള ഒരു പൈപ്പ് ഉണ്ട് വിചാരിക്കുക. ആ പൈപ്പിൽ നിറയെ ക്രിക്കറ്റ് ബോൾ ഉണ്ട് വിചാരിക്കുക. ഇനി ഒരു ക്രിക്കറ്റ് ബോൾ ഞാൻ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ക്രിക്കറ്റ് ബോൾ ചാടാൻ എത്ര സമയം വേണം? ഒരേ സെക്കൻഡിൽ ഞാൻ ഇവിടുന്ന് പുഷ് ചെയ്യുന്ന അതേ സമയം അപ്പുറത്ത് ചാടുന്നു. ഈ വേഗത ഈ പൈപ്പിന്റെ എല്ലാ അളവിലും, ഓരോ മീറ്ററിലും, ഓരോ കിലോമീറ്ററിലും തുല്യമായിരിക്കും. നേർരേഖയിൽ പ്രകാശങ്ങളുടെ കമ്പനങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വേവ്സ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയോളണം എന്നില്ല. പറഞ്ഞു വന്നത്,
പ്രകാശ വേഗതയിൽ ഒരു ഒബ്ജക്റ്റിനും സഞ്ചരിക്കാൻ സാധ്യമല്ല. ഇനി അഥവാ സാധിക്കുകയാണെങ്കിൽ തന്നെ ആ ആറ്റങ്ങൾക്ക് ആ വേഗതയിൽ നിലനിൽക്കാനാവില്ല. കാരണം അവയുടെ ഏതൊരു ഒബ്ജക്റ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയം, ഒരേ മാസുള്ളവ തമ്മിൽ കൂട്ടിമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് എന്ത് സംഭവിക്കും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതൊരു പ്രകാശ വേഗതയിലുള്ള കൂട്ടിമുട്ടലുകളാണെങ്കിൽ അതിന് ആഘാതം കൂടും എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. നമുക്കറിയാം, ബഹിരാകാശ വാഹനമായ കൊളംബോ എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ കത്തിയമർന്ന ചരിത്രം നമ്മൾ മുന്നിലുണ്ട്. നമ്മുടെ കൽപ്പന ചൗളയൊക്കെ മരണപ്പെട്ട ആ ഒരു യാത്ര, അതിന്റെ വേഗതയിൽ ഇവിടെ ഭൂമിയിലെ വാതകങ്ങൾ തട്ടിയുള്ള ഘർഷണം കൊണ്ടാണ് ഇത് കത്തിയത്. ബഹിരാകാശത്ത് ഇത്തരം കത്താനൊന്നും സാധ്യതയില്ല എന്ന് കരുതിയേക്കാം. പക്ഷെ പ്രകാശ വേഗതയുടെ അടുത്തേക്കൊന്നും ഒരു ആറ്റത്തിനോ അല്ലെങ്കിൽ അതിലുള്ള ഇലക്ട്രോണുകൾക്കോ ആ വേഗതയിൽ ചലിക്കുമ്പോൾ ആ രീതിയിൽ നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് പ്രകാശ വേഗതയിൽ ഒരു വസ്തുവിനും ചലിക്കാനാകുകയില്ല എന്ന് അസന്നിഗ്ധം പറയാം. പ്രകാശ വേഗത തന്നെ ഇവിടെ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ചലിച്ചെത്തുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ സ്പേസിൽ ഇലക്ട്രോണുകൾ തമ്മിൽ വളരെ ദൂരങ്ങൾ ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണിൽ വന്ന് മുട്ടാനുള്ള ദൂരം ഒരുപക്ഷെ കൂടുതൽ ഉണ്ടായിരിക്കാം. ഈ വേഗതയിൽ അവിടെ ഒരു കണികാ സ്വഭാവം ഇലക്ട്രോണുകൾക്ക് ഉണ്ടായിരിക്കാം. എന്നല്ലാതെ പ്രകാശം കണികകളായി സഞ്ചരിക്കുന്നു എന്ന് എല്ലായിടത്തും പറയാൻ കഴിയില്ല. സ്പേസിലൊക്കെ കണികകളായിട്ട് അഥവാ ഇലക്ട്രോണുകൾ ആയിട്ട് സഞ്ചരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇലക്ട്രോണുകളുടെ കമ്പനങ്ങൾ തുടർ കമ്പനങ്ങളായിട്ട് ഒരു ഇലക്ട്രോണിൽ വന്ന് തട്ടുമ്പോൾ ആ ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ തട്ടി അതിന്റെ അപ്പുറത്തേക്ക് തട്ടിയുള്ള കമ്പനങ്ങളായിട്ടാണ് വേവ്സുകൾ ചലിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോണിനെ പരിഗണിക്കുമ്പോൾ അവ ഒരു കണികാ സ്വഭാവത്തിലുള്ള ചലനമാണെന്നും തരംഗ സ്വഭാവത്തിലുള്ള ചലനമാണെന്നും പ്രകാശത്തിനെ വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്നതാണ്. പക്ഷെ നിരീക്ഷിക്കുമ്പോൾ കണികയാണെന്നും നിരീക്ഷിക്കാത്തപ്പോൾ വേവ്സ് ആണെന്നുമുള്ള ധാരണകളൊന്നും ഇതിനു വേണ്ട. അതൊക്കെ മിഥ്യാധാരണകളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.